പിന്നെ ഈ നോവല്ലാത്ത ചെറിയതൊക്കെ എഴുതിയിട്ടുണ്ട്. അതിപ്പോ ഞാൻ പറയുന്നില്ല. അതിനെപ്പറ്റി ഏറ്റവും വലിയ വിഷമമുള്ളൊരു സംഭവമായി പോയത്. പൃഥ്വിരാജ് നായകനായിട്ടുള്ള ആടുജീവിതം എന്ന ഈ സിനിമ വമ്പൻ ഹിറ്റിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ലോക സിനിമയ്ക്ക് തന്നെ ഒരു അഭിമാനമായിരിക്കുകയാണ് ആടുജീവിതം എന്ന ഈ സിനിമ. മലയാള സിനിമയിൽ വെച്ച് ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച രീതിയിലേക്കാണ് ആടുജീവിതം എന്ന സിനിമയുടെ ഉദിപ്പ്. നജീബ് എന്ന ഒരു സാധാരണക്കാരന്റെ ജീവിത കഥയെ ആസ്പദമാക്കിയിട്ടാണ് ഇപ്പോൾ ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നോവലിസ്റ്റ് ബെന്നിഹാൻ എന്ന കഥാകൃത്ത് ഒരു നോവൽ എഴുതിയിരുന്നു ആടുജീവിതം എന്ന രീതിയിൽ. ഏകദേശം 30 ലക്ഷത്തോളം കോപ്പികളാണ് അത് വിറ്റഴിക്കപ്പെട്ടത്. അത്രക്കും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു നോവലാണ് ഇപ്പോൾ ഒരു സിനിമയാക്കി രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ സിനിമയുടെ ചില പരാമർശങ്ങളൊക്കെ ഇപ്പോൾ വലിയൊരു വിവാദത്തിലേക്ക് വഴി തെളിയിച്ചിരിക്കുകയാണ്. മക്കളെ പോലെ എല്ലാത്തിനെയും കരുതിക്കൊണ്ടുള്ള ഒരു ഇതായിരുന്നു ആടിനെയില്ല. എന്നെ എന്തും വേണ്ടി ഉപദ്രവിച്ചുകൊണ്ട് ആണാടൊക്കെ. പക്ഷെ എന്നിട്ടൊന്നും ഞാൻ അതിന് ഒന്നും ചെയ്തിട്ടില്ല. കാരണം പിന്നെ ഈ നോവല്ലാത്ത ചെറിയതൊക്കെ എഴുതിയിട്ടുണ്ട്. അതിപ്പോ ഞാൻ പറയുന്നില്ല. അതിനെപ്പറ്റി ഏറ്റവും വലിയ വിഷമമുള്ളൊരു സംഭവമായി പോയത്. ഞാൻ സ്നേഹിച്ചതിനെ വളർത്തിയത് ഇങ്ങനെയുള്ള ഒരു ഇത് അതിനകത്ത് വന്നത് നമ്മൾ പറയാൻ പറ്റത്തില്ല. പറയാൻ എനിക്കത് അങ്ങ് വിഷമായി പോയത്. നജീബ് എന്ന ഈ പാവപ്പെട്ട മനുഷ്യനെ സമൂഹത്തിന്റെ മുമ്പിൽ നാണം കെടുത്തുന്ന ചില പരാമർശങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണല്ലോ. നജീബ് മരുഭൂമിയിൽ വെച്ച് ആടുകളുമായി ലൈംഗികമായി ബന്ധപ്പെടുന്ന ചില കാര്യങ്ങളുടെ പരാമർശം ബെന്നിയാൻ എന്ന കഥാകൃത്ത് നോവലിൽ കൂടി പരാമർശിച്ചിട്ടുണ്ട്. അതിപ്പോൾ സിനിമയുടെ ഭാഗമായി ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സെൻസർ ബോർഡിന്റെ അംഗീകാരമില്ലാത്തതിനാൽ ആ സിനിമയിലും നീക്കം ചെയ്യപ്പെട്ടു എന്ന തരത്തിലാണ്. ഇവിടെ നജീബിനെ വെച്ചിട്ട് ബെന്നിയാൻ എന്ന ഒരു കഥാകൃത്ത് നോവലിസ്റ്റ് നജീബിന്റെ ജീവിത കഥയെ ആസ്പദമാക്കിയിട്ട് 30 ലക്ഷം കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടു. പക്ഷെ ഈ നോവൽ ഇത്രത്തോളം പ്രസിദ്ധമായി, ഈ സിനിമ ഇത്രത്തോളം വലിയൊരു വമ്പൻ ഹിറ്റിലേക്ക് പ്രവേശിക്കുമ്പോഴും നജീബിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ഒരു വലിയൊരു നേട്ടമില്ല എന്നതാണ് നമ്മൾ കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നജീബ് കടൽ പോയി മത്സ്യം വിറ്റിട്ട് ഉപജീവന മാർഗം തേടുന്ന ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്. ഇവിടെ ആ പാവപ്പെട്ട ആ നിഷ്കളങ്കനായ ഒരു സാധാരണക്കാരനായ ആ വ്യക്തിയെ ഇത്രക്കും മോശമാകുന്ന തരത്തിൽ ആ കഥാകൃത്ത് ചിത്രീകരിക്കാൻ പാടില്ലായിരുന്നു. കാരണം നജീബിനെയും നജീബിന്റെ കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം അത് സമൂഹത്തിന്റെ മുമ്പിൽ അപമാനിക്കപ്പെടുന്ന തുല്യമാണ്. ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകനും അതുപോലെ തന്നെ നോവലിസ്റ്റും ഒക്കെ സമൂഹത്തിന്റെ മുമ്പിൽ തീർച്ചയായിട്ടും നജീബിനെ അവഹേളിച്ചതിന് മാപ്പ് പറയണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്.